ലേഖച്ചിക്ക് ഇപ്പൊ സന്തോഷമായല്ലോ. എന്താടാ? എന്തായെന്ന് ഇവിടെ ഒന്നിപ്പോ പറഞ്ഞില്ലേ? നീയും ലേഖ ആഗ്രഹിച്ച പോലെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വിഷുസദ്യ കഴിക്കാൻ പോകുന്നു, ആരെയും ഭയക്കാതെ. ലേഖേച്ചി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഒരു ടെൻഷന്റെ ആവശ്യമില്ല ലേഖ. ഡെലിവറി കഴിയുന്നവരെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം കുഞ്ഞു അമ്മ ഇവിടെ നിൽക്കണോ എന്റെ വീട്ടിൽ നിൽക്കണോന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് കണ്ണേട്ടാ? അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വിഷുവായിട്ട് എന്റെ വീട് മരണ വീടായി. കണ്ണേട്ടൻ കരുണയ്ക്ക് കൊടുത്ത സ്വർണവും ഡ്രസ്സും ഒക്കെ കണ്ണേട്ടന്റെ മുഖത്തേക്ക് എന്നെ അവള് വലിച്ചെറിഞ്ഞു കൊടുത്തു. അതൊരു പുതിയ കാര്യമല്ലല്ലോ, ഇതിനു മുമ്പും അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വില കൂടിയ സമ്മാനങ്ങൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്ന നിന്നെയാണ് തല്ലേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാ ഇന്നത്തെ ദിവസം എന്റെ രണ്ടാനമ്മയ്ക്കും മോനും മരുമോക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് നടക്കുമായിരുന്നല്ലേ? അതെ, പോലീസുകാർ പ്രതികളെ ഫോളോ ചെയ്യുന്ന പോലെ അവൻ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്തുകൊണ്ട് നന്നായി. ഇനി അവനെ കമ്പനിക്കകത്ത് കയറ്റുന്ന പ്രശ്നമില്ല. മേഘനും അവന്റെ അച്ഛനും മാസാമാസം സാലറി കൊടുക്കുന്ന പോലെ അവന് കൊടുക്കരുത്. കാണാ, അവൻ അധ്വാനിക്കട്ടെ, അവൻ സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കട്ടെ. നീ എന്തിനാണ് സഹായിക്കുന്നേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല അനന്തോട്ടാ. ചില കാര്യങ്ങൾ കണ്ണേട്ടനും മഹിയും നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പോട്ടടിയിലേക്ക് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, അതിനുള്ള പ്രതിഫലം അവർക്ക് അപ്പപ്പോ തന്നെ കിട്ടുന്നുണ്ടല്ലോ. നീ ആദ്യം വിഷുസദ്യ വിളമ്പ്. അല്ല, നിങ്ങൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചില്ലായിരുന്നോ? അത് കൊള്ളാം, അങ്ങനെ കഴിക്കോ? കേട്ടത്തി വാ, എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിരിക്കുവാ. മഹിയും കുട്ടി അവിടെ ചെന്നിട്ട് നീ എല്ലാരെയും പൊളിച്ചടക്കിയോടെ കണ്ട. ആ, ഒരു പരുവത്തില്. അത് മതി. വാ.